ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഡീൽ ആരോപണം ബിജെപിയും LDFും തമ്മിലുള്ള ഒരു ഡീൽ നടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസും UDFും ഉന്നയിച്ചിരിക്കുന്ന ആ ആരോപണം അത് ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഡീൽ ഉണ്ടോ, ഡീൽ ഇല്ലയോ? ഇതിലെങ്ങനെയാണ് പ്രതികരണം എന്ന് നോക്കാം. ഡീൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ 39.4%. കോൺഗ്രസ് ആരോപിക്കുന്ന LDF BJP ഡീൽ ഉണ്ടെന്ന് കരുതുന്നവർ 39.4%. പക്ഷേ ഇല്ല എന്ന് കരുതുന്നവർ 48%. അഭിപ്രായമില്ലാത്തവർ 12.6%. അതായത് കോൺഗ്രസും UDFും ഉന്നയിക്കുന്ന ഈ ഡീൽ ആരോപണം അത് കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നില്ല എന്ന് വേണം ഈ സർവേയുടെ ഫലം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ഉണ്ടെന്ന് ഏകദേശം 40% ആളുകൾ വിശ്വസിക്കുന്നുമുണ്ട്. സഹിത ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഡീലില്ല എന്ന് കൂടുതൽ പേർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പല മേഖലകൾ തിരിച്ചു നോക്കുമ്പോൾ കോൺഗ്രസിന്റെയും UDFിന്റെയും ആരോപണം ശരിവെക്കുന്നവരാണ് കൂടുതലെന്നും കാണേണ്ടതല്ലേ? മഞ്ജുഷ, ഈ സർവേയിലെ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ ഒന്ന് ഇത് തന്നെ നമുക്ക് കരുതാം. കാരണം സംസ്ഥാനത്ത് ഈ പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുക ഡീലാണ്. ഡീൽ ആരോപണം കോൺഗ്രസ്, മറിച്ച് ആരോപണം ഉന്നയിച്ച് ഇടതുമുന്നണി. ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും പ്രചരണ രംഗത്ത് ഡീൽ എന്ന ഒറ്റ വിഷയം തന്നെയാണ് പ്രധാന ചർച്ചയാവുന്നത്. ഇതിനിടയിലാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഡീൽ ആരോപണത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യവുമായി ഈ ഏജൻസി എത്തിയത്. അതിന് നൽകുന്ന ഉത്തരമാണിത്. അതായത് ഡീൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് 48% എന്നതാണ് അതിൻ്റെ ചുരുക്കം. അതായത് ബഹുഭൂരിപക്ഷവും ഡീലില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നവരാണ്. അഭിപ്രായമില്ലാത്തവർ 12%. 39% പേര് മാത്രമാണ് ഡീലുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ഇതിൽ പൊളിറ്റിക്കലി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്ത്യൻ ഒപ്പം മുസ്ലിം വിഭാഗങ്ങളാണ് ഈ പൊളിറ്റിക്കൽ ഡീൽ എന്ന UDFിൻ്റെ ആരോപണം അല്പമെങ്കിലും ശരിയെന്ന് വിശ്വസിക്കുന്നവർ എന്നതാണ് അതിൻ്റെ നമ്മുടെ സർവേയിൽ കണ്ടെത്തുന്ന പോളോ വൈബിൻ്റെ വോട്ട് വൈബിൻ്റെ ഈ സർവേയിൽ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ ST വിഭാഗങ്ങൾ ഒപ്പം തന്നെ അപ്പർ ഹിന്ദു വിഭാഗങ്ങൾ ഇവരൊന്നും ഡീലില്ല എന്ന തിയറിയിൽ തന്നെയാണ്. ഡീൽ തിയറിയിൽ അവർ വിശ്വസിക്കുന്നില്ല. ഡീലില്ല എന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡീൽ എന്ന ആരോപണം നിഷേധിക്കുന്നവരാണ് കൂടുതലും സർവേയിൽ പങ്കെടുത്തവർ എന്നതാണ് പ്രധാനം. മധ്യ കേരളത്തിൽ 42.8% ആളുകളും ഡീൽ ഇല്ല എന്ന് പറയുന്നു. അതേസമയം വടക്കൻ കേരളത്തിൽ അതിനേക്കാൾ കുറവാണ് ഡീൽ ഉണ്ട് എന്ന് പറയുന്നവർ. 35% ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ഡീൽ ഉണ്ട് എന്ന്. മധ്യ കേരളത്തിൽ 42.8% ആണ്. വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം, ഇത്തവണത്തെ വോട്ട് വിഹിതം എത്രയായിരിക്കും? ആർക്കായിരിക്കും കൂടുതൽ വോട്ട് വിഹിതം കിട്ടുന്നത്? അത് UDFിനായിരിക്കുമോ LDFിനായിരിക്കുമോ എന്നുള്ള നേരിട്ടുള്ള കണ്ടെത്തലാണ് സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. LDFിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നത് 37.9% വോട്ടുകളാണ്. 37.9%. UDFിന് 39.7% എന്നുള്ളതാണ് കണക്ക്. NDAക്ക് 15.3%. മറ്റുള്ളവർ 1.2. ഇതുവരെ അഭിപ്രായം പറയാത്തവരുടെ കണക്ക് കൂടി നോക്കുകയാണെങ്കിൽ 2.9%. അതുപോലെ തന്നെ അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറയുന്നവർ 3%. ഇതുവരെ തീരുമാനമെടുക്കാത്തവരാണ് 2.9%. അതേസമയം പറയാൻ പറ്റില്ല എന്നുള്ളത് 3%. എന്തായാലും ഇക്കാര്യത്തിൽ UDFിന് നേരിയൊരു മേൽക്കൈ കിട്ടുകയാണ്. 39.7% വോട്ട് വിഹിതമാണ് UDFിന് കിട്ടാൻ പോകുന്നത്. അതേസമയം LDFിനാകട്ടെ 37.9% എന്നുള്ളതാണ്. ആദ്യഘട്ട സർവേയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. ആദ്യഘട്ട സർവേയിൽ നേരിയ ഒരു മുൻതൂക്കം LDFിനുണ്ടായിരുന്നു. പക്ഷേ മിനിയാന്ന് വരെയുള്ള മാർച്ച് 30 വരെയുള്ള ഡേറ്റയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് ചെറിയൊരു മുൻതൂക്കം ഇവിടെ വോട്ട് വിഹിതത്തിൽ UDFിന് കിട്ടുകയാണ്. 1%-ലേറെ വ്യത്യാസം അവിടെ UDFിന് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 37.9%-വും 39.7%-വും. NDAക്ക് 15.3% എന്നുള്ളതാണ് കണക്ക്. ഇതിൽ തന്നെ മേഖല തിരിച്ചുള്ള കണക്കുകളുമുണ്ട്. സജിത്ത്, മറ്റു വിവരങ്ങൾ എന്താണ് ഇതിലെ? മഞ്ജുഷ, സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചന പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ആ ഉള്ളടക്കമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. നോക്കുക, ആദ്യ ട്രാക്കറിൽ ഇടതുപക്ഷത്തിന് വോട്ട് ഷെയറിൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് UDFിലേക്ക് മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ തവണ ഇടതുമുന്നണി ആദ്യ ട്രാക്കറിൽ 41% വോട്ടുകൾ അവർ നേടുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇത്തവണ അത് 37-ലേക്ക് 37.9
കേരളത്തിലേക്ക് ഇടതുപക്ഷത്തിന് LDF-ന് ലഭിക്കുന്ന വോട്ടുകൾ ഈ സർവേ കണക്കെടുപ്പിൽ കുറയുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മഞ്ജുഷ, ഇതിൽ നമുക്ക് പരിശോധിച്ച് പോകേണ്ടത് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്ന് ആദ്യ സർവേയിൽ പറഞ്ഞത് 2.9% ആളുകളാണ്. പക്ഷേ ഇത്തവണ അത് ആദ്യ സർവേയിൽ തീരുമാനമെടുക്കാത്തവർ 1.5% ആളുകളാണെങ്കിൽ ഇത്തവണ അത് 2.9% ആളുകൾ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്ന് നിലപാട് എടുത്തിട്ടുണ്ട്. ഇനിയും തീരുമാനിക്കാത്തവരുടെ എണ്ണം 2.9%. കഴിഞ്ഞ തവണത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ അതല്ലേ, കഴിഞ്ഞ തവണത്തെ നമ്മൾ ഒന്നാം ഘട്ട സർവേ നടത്തിയപ്പോൾ നോക്കുമ്പോൾ അതിനേക്കാൾ 3% വോട്ട് കൂടുതൽ UDF-ന് വരുന്നു, 1.5% വോട്ട് LDF-ന് കൂടുതലായിട്ട് വരുന്നു. അവിടെ LDF-നായിരുന്നു കഴിഞ്ഞ തവണ ഒന്നാം ഘട്ട സർവേയിൽ മാർച്ച് 21 വരെയുള്ള സർവേയിൽ വോട്ട് ശതമാനം കൂടുതൽ. പക്ഷേ ഇപ്പോൾ അത് UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതായത് ആകെ വ്യത്യാസം 1.8% വോട്ടിൻ്റെ ഡിഫറൻസ് വരികയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നേരിയൊരു വ്യത്യാസം 1.8% ഒരു വ്യത്യാസം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടും എന്നാണ് രണ്ടാം ഘട്ട സർവേ പറയുന്നത്. ഇതിനെ എങ്ങനെ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കിട്ടിയ ഈ ആനുകൂല്യം അതെങ്ങനെ സീറ്റുകളുടെ എണ്ണത്തിലേക്ക് മാറും? അവിടെ കഴിഞ്ഞ സർവേയിൽ കണ്ടതുപോലെ LDF-ന് തന്നെയായിരിക്കുമോ സീറ്റുകൾ കൂടുതൽ, അതോ അത് UDF-ലേക്ക് തിരിയുകയാണോ? കഴിഞ്ഞ തവണത്തെ സർവേ നടത്തുമ്പോൾ UDF-ലെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിലെ തർക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്ന സമയം കൂടിയായിരുന്നു. പക്ഷേ അതിനുശേഷം കളത്തിലേക്ക് UDF സ്ഥാനാർത്ഥികൾ പൂർണ്ണമായിട്ടും ഇറങ്ങി കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിച്ചു വന്നു. അപ്പോഴാണ് രണ്ടാം ഘട്ട സർവേ നടന്നത്. അപ്പോൾ എങ്ങനെ ഇത് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു? ആ ഡേറ്റ കൂടി നോക്കാം. ഏത് രീതിയിലാണ് കേരളം ചിന്തിക്കുന്നത്? വോട്ട് വൈബ് സർവേയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ എത്ര സീറ്റുകൾ UDF-ന്, എത്ര സീറ്റുകൾ LDF-ന് എന്നുള്ള കണക്ക് വരികയാണ്. അതിൽ UDF-ന് 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. LDF-ന് 64 മുതൽ 70 സീറ്റ് വരെ. ഒന്നാം ഘട്ട സർവേയിൽ ഇത് 71 സീറ്റുകൾ വരെ LDF-ന് കിട്ടാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ 64 മുതൽ 70 സീറ്റ് വരെ എന്നുള്ളതാണ്. UDF-ന് 67 മുതൽ 73 സീറ്റുകൾ വരെ എന്നാണ്. സിംഗിൾ ഡിജിറ്റിൽ കഴിഞ്ഞ സർവേയിൽ 71 ആയിരുന്നു. പക്ഷേ അത് 74 വരെ കൂടാം LDF-ന് എന്നും ഉണ്ടായിരുന്നു. +3 ആയിരുന്നു അതിൽ പോൾ ട്രാക്കറിൽ വന്നിട്ടുള്ള വിവരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സർവേയിൽ 74 സീറ്റുകൾ വരെ കിട്ടാമായിരുന്നു LDF-ന്. പക്ഷേ ഈ സർവേ വരുമ്പോൾ LDF-ന് 64 മുതൽ 70 സീറ്റുകൾ വരെ എന്നായിരിക്കുകയാണ്. UDF-ന് 67 മുതൽ 73 വരെ എന്നുള്ളത്. കഴിഞ്ഞ സർവേയിൽ 68 വരെയായിരുന്നു പരമാവധി. പക്ഷേ ഇവിടെ UDF-ന് 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം. NDA-ക്ക് 1 മുതൽ 5 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ള നിർണായകമായ വിവരവും ഈ സർവേയിൽ പുറത്തു വരികയാണ്. രണ്ടാം ഘട്ട സർവേ അനുസരിച്ച്, വോട്ട് വൈബിന്റെ രണ്ടാം ഘട്ട സർവേ അനുസരിച്ച് UDF-നാണ് മേൽക്കൈ. 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം. LDF-ന് 64 മുതൽ 70 സീറ്റ് വരെ. NDA-ക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.